ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ ഭൂതത്തിന്റെ പ്രേതത്തിന്റെ ഒക്കെ മൊഴികളൊക്കെ തെളിവായിട്ട് എടുക്കാൻ തുടങ്ങിയോ? ഇതിലൊന്നും ഒരു സത്യമില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അപ്പൊ പിന്നെ ശാന്തനും ഇവിടെ നടന്നതൊക്കെ എങ്ങനെ അറിഞ്ഞു? അവനെപ്പോലത്തെ ഒരു കള്ളൻ ഇതൊക്കെ അന്വേഷിച്ചറിയാനാണോ പാട്? പോരാത്തന്നെ അഹല്യേന്റെ ആത്മാവിനെ കണ്ടു എന്നൊരു നുണയും. നിങ്ങളെ ആ ചന്ദ്രനെ പൊക്കിയ സത്യം മുഴുവൻ അറിയാം. ആരെ പൊക്കണോന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഓ, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ചിത്രയെ കൊന്നത് ശാന്തനു തന്നെയാണെന്നാണോ? സംശയം എന്താ? ഞാൻ ഇവിടെ വന്ന് കയറുമ്പം കാണുന്നത് അവൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാ. ചിത്രയാണെ അകത്ത് കൊല്ലപ്പെട്ട് കിടക്കുകയായിരുന്നു. അവൻ തന്നെയാണത് ചെയ്തത്. അപ്പൊ വാട്ട് അബൌട്ട് അഹല്യ ആൻഡ് ചിത്ര? അവർക്കെന്താ സംഭവിച്ചത്? ആറ്റും അവനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. രണ്ടുപേരെയും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കണ്ടു. അവൻ എങ്ങോട്ട് ഓടിപ്പോയി. അവൻ ഓടിപ്പോയത് കൊണ്ടാണോ ഞാൻ കണ്ടത് കൊണ്ടാണോ എന്നറിയില്ല, അവൾ ആത്മഹത്യ ചെയ്തു. കഥയൊക്കെ കൊള്ളാം, പക്ഷെ അത്ര റിയലിസ്റ്റിക് അല്ല. അതിരിക്കട്ടെ, നിങ്ങൾ എപ്പോഴാ ചിത്രയെ വിവാഹം കഴിച്ചത്? അഹല്യ മരിച്ചൊരു വർഷം കഴിഞ്ഞപ്പോഴാണ്. വയസ്സായില്ലേ സാറേ, ചൂടുവെള്ളെടുത്ത് തരാനെങ്കിൽ ഒരു കൂട്ടൊക്കെ വേണ്ടേ? അത് ശരിയാ, കാര്യങ്ങളൊക്കെ എന്നെ മുറ പോലെ നടക്കണമല്ലോ. നാസറേ, വിളിക്ക്. സർ, ഇങ്ങ് വാടാ. ആദ്യം പ്രേതം, ഇപ്പം ഭ്രാന്തൻ. നിങ്ങൾക്ക് തലയ്ക്ക് വിളിവുള്ള ആരെയും കിട്ടിയില്ലേ സാക്ഷിയായിട്ട്? ഇവനാണ് ശാന്തനുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഇവൻ എങ്ങനെ ഭ്രാന്തനായതെന്ന് ഇവൻ തന്നെ പറയും. പറയടാ അങ്ങോട്ട്, പറയാൻ. ചിത്തിര, അവരതിനെല്ലാത്തിനും കാരണം. എന്നെ ഭ്രാന്തനാക്കിയതോ അവരാ. ആ രഘു, ആ, എല്ലാം കിട്ടിയോ? എല്ലാം ഉണ്ട്. എന്നാലും ചിത്തി ഒന്ന് നോക്കിയേക്കേ. ആ, ഇതൊന്ന് കഴിയട്ടെ. നീ ഇരിക്കെ, ചായ കുടിച്ചിട്ട് പോവാം. അകല്യ കുഞ്ഞെന്തിയേ? അവൾ ഇന്ദ്രനെ ഭക്ഷണവും കൊണ്ടുപോയി. ചിത്തി, ഞാൻ പറയുന്നുണ്ടൊന്നും തോന്നരുത്. ഇന്ദിര കുഞ്ഞും അഹല്യയും തമ്മിലുള്ള അടുപ്പം അത്ര ശരിയായ ദിശയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കെന്താ അങ്ങനെ തോന്നാൻ? പെരുമാറ്റം കണ്ട് അറിഞ്ഞൂടെ ആ തോണി ഏത് കരയ്ക്കാ അടുക്കാന്ന്? രണ്ടുപേരൊന്ന് ഉപദേശിക്കുന്നത് നന്നായിരിക്കും. ആ തോണി ഏത് കരയ്ക്കാ അടുക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം അതിന്റെ തുഴ പിടിക്കുന്നത് ഞാനാ. അവര് തമ്മിൽ അടുക്കേണ്ടത് എന്റെ ആവശ്യമാ. നിനക്കറിയോ, അഹല്യയ്ക്ക് പകരം ഗൗതമന്റെ സ്വത്ത് അനുഭവിക്കേണ്ടത് ഞാനാ. പക്ഷെ അഹല്യയെ കണ്ട നിന്റെ സാറിന് അവളെ മതി. അതുകൊണ്ടാണ് ഇല്ലാത്ത ജാതകദോഷവും പറഞ്ഞ് എന്നെ വേണ്ടാന്ന് വെച്ചത്. പക്ഷെ തോറ്റു കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. അഹല്യയെ ഗൗതമന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഞാനിവിടെ വന്നത്. അതിനു പറ്റിയ ആയുധമാണ് ഇന്ദ്രൻ. അവര് തമ്മിൽ അടുത്താൽ കാര്യങ്ങൾ എളുപ്പമായി. അതിന് നീ എന്റെ കൂടെ നിൽക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീയൊന്ന് നിന്ന് തന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. നിന്റെ മനസ്സിലുള്ളത് എന്താന്ന് എനിക്കറിയാം. അഹല്യെ ഒഴിവാക്കാൻ നീ എന്റെ കൂടെ നിന്നാ ഞാനത് നടത്തിത്തരാം. പക്ഷേ ചിത്തി വിചാരിച്ച പോലെ ഇന്ദ്രൻ്റെ കൂടെ പോവാൻ അഹല്യ തയ്യാറായില്ല. തൻ്റെ പദ്ധതികളെല്ലാം പൊളിയെന്ന് മനസ്സിലായപ്പോഴാണ് എന്നെ ഉപയോഗിച്ച് സത്യങ്ങളെല്ലാം സാറിനെ അറിയിച്ചത്. എന്താ രഘു? എനിക്കൊരു കാര്യം പറയാനുണ്ടേ. അഹല്യയെ പറ്റിയാ. അവക്കെന്തു പറ്റി? എൻ്റെ ഒരു സംശയമാണ്. അഹല്യയുടെ ഇന്ദ്രൻ്റെയും പോക്കത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. തോന്നലാണെന്ന് നീ തന്നെ പറഞ്ഞില്ലേ, പിന്നെന്താ? അങ്ങനെയല്ല സാർ, അവർ തമ്മിൽ എന്തോ ഉണ്ട്. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. വെടിക്കെട്ടുകാരന് ഉടുക്കുകൂട്ടി പീഡിപ്പിക്കരുന്നൊരു ചൊല്ലുണ്ട്. അവളെ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ വേലി ചാടാതെ നോക്കാനും എനിക്കറിയാം. ഇനി അഥവാ തലമറന്ന് എണ്ണ തേക്കാനാണ് അവളെ ഉദ്ദേശമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ ചെല്ല്. അഹല്യ ഇന്ദ്രനെയും പറ്റി ഞാൻ പറഞ്ഞത് സാറ്
പൂർണ്ണമായി വിശ്വസിച്ചില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ അവർ രണ്ടുപേരെയും കാണാൻ പാടില്ലാത്ത രീതിയിൽ കണ്ട ഞാൻ സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ ഞാൻ കാരണമുണ്ടായ 2 കൊലപാതകത്തിന്റെ ചിന്തയാണ് എന്റെ സമനില തെറ്റിച്ചത് സർ. പക്ഷെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പറഞ്ഞ വാക്ക് പാലിക്കാൻ ചിത്തി തയ്യാറായില്ല. എല്ലാം കഴിഞ്ഞപ്പോ അവരെന്റെ മുന്നിൽ ശീലാവധി ചമഞ്ഞ്. ഞാനൊരവസരത്തിനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. ശാന്തനു ഇവിടെ വന്ന ദിവസം രാത്രി. ദാ ഇത് അവസാനത്തെയാണ്. എവിടെയെങ്കിലും പോയി പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്. ഒരു കടം കൂടെ ബാക്കിയില്ലേ? നിന്റെ ഭ്രാന്തം കൊണ്ട് എന്റെ അടുത്ത് വരരുത്. ഇറങ്ങിപ്പോ. പൊക്കോ. പിന്നെ അടിക്കുകയില്ല. പിന്നെ ഞാൻ പിന്നെ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളെ പരിപാടി ഇതാണല്ലോ. ഇന്ന് ഉറക്കം തൂങ്ങാടാ. കേട്ടാ ഒരെണ്ണം എടുക്കട്ടാ? വേണ്ടടാ. വേണ്ടെങ്കിൽ വേണ്ട, നിർബന്ധിക്കില്ല. പുള്ളിയുടെ കൺട്രോളുണ്ട്. ആനമയക്ക് ഇത് ഞാനങ്ങ് എടുക്കാം. രഘോട്ട കൊണ്ടുപോല്. വേറെ ഇല്ലെന്ന്. രഘോട്ടാ നോക്കിയാണ്. അയാളത് കൊണ്ടുപോയിക്കോട്ടെ. ഒന്നും പറയാൻ പോകണ്ട. എന്താ തലയ്ക്ക് സുഖമില്ലാത്ത ആളാ. എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിത്തിക്ക് ദാഹിക്കുന്ന ദാഹം തീർക്ക ഇത് ബെസ്റ്റാ. ബോധം നഷ്ടപ്പെട്ട ചിത്രയെ റേപ്പ് ചെയ്തത് രഘുവാണ്. പക്ഷേ കൊന്നതാരാണ്? ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ വീടിനകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ജാരനെയും അകത്ത് അർദ്ധനഗ്നിയായി കിടക്കുന്ന സ്വന്തം ഭാര്യയാണ് കാണുന്നതെങ്കിൽ പിന്നെ കൊല്ലാൻ പ്രത്യേകിച്ച് വേറെ കാരണമൊന്നും വേണ്ടല്ലോ. ഇനിയെങ്കിലും പറയണം മിസ്റ്റർ, ഇന്ദ്രനെയും അഹല്യയും ചിത്രയുമെല്ലാം താൻ എങ്ങനെയാണ് ഇല്ലാതാക്കിയതെന്ന്.